ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 4ാമത്തെ യൂണിറ്റ് ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് പഠിക്കാം. ഓക്കെ, എന്താ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് പറഞ്ഞാൽ? വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ചെറിയ ക്വാണ്ടിറ്റി ഉള്ള നല്ല പ്ലീസിങ് അല്ലെങ്കിൽ എന്താണ് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ഓക്കെ, ദ സ്റ്റോൺ സൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഡോർവേ അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഒരു ചിത്രം കാണുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ അമ്മയും ആരോ ഒരാളവിടെ നിൽക്കുന്നു. പിന്നെ ഒരു ബോയ് വെളിയിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കൂ. എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? ആ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത് ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. യെസ്. എന്താ ചെയ്യുന്നത്? ദ ഗേൾ ഈസ് ഈറ്റിംഗ് ഹെർ ഫുഡ്. എന്താണ്? ദ ഗേൾ ഈസ് ഈറ്റിംഗ് ഹെർ ഫുഡ്. അവളുടെ പെൺകുട്ടി അവളുടെ ഭക്ഷണം കഴിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വിൽ യു ഡു ഇഫ് സംവൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. എന്താ ചെയ്യുക നിങ്ങൾ? നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കുറച്ച് നിങ്ങൾ കഴിച്ചതാണോ അവരോട് ചോദിക്കും അല്ലേ. കഴിച്ചതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കുറച്ച് അവർക്ക് നമ്മൾ ഷെയർ കൊടുക്കും അല്ലേ. നിങ്ങൾ വന്ന് കഴിക്കൂ എന്ന് നമ്മൾ ഓഫർ ചെയ്യില്ലേ അവർക്ക്. യെസ്. അപ്പം നോക്കുക എന്താ ചെയ്യുന്നത്? ഐ വിൽ ഓഫർ ദം സം ഓഫ് മൈ ഫുഡ്. അതാണ് എൻ്റെ കറക്റ്റ് അല്ലേ. ഐ വിൽ ഓഫർ ദം സം ഓഫ് മൈ ഫുഡ്. ഓക്കെ, ഇപ്പം ഞാനാണ് എൻ്റെ വീട്ടിലാണ് ഒരാൾ വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവർക്ക് എൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്ക് ഒരു ശകലം അവർക്ക് ഓഫർ ചെയ്യും, അവർക്ക് കൂടി കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നല്ല ആൾക്കാർ ചെയ്യേണ്ടത് അല്ലേ. യെസ്. ഇനി നോക്കൂ, ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഓക്കെ, എന്താ പറയുന്നത്? ഇവിടെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കഥ തന്നിട്ടുണ്ട്. ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന കഥയാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ എന്താ കഥ എന്ന്. സ്റ്റോറിയുടെ പേര് ദ സ്റ്റോൺ സൂപ്പ് എന്നാണ്. എന്താ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ? കല്ലാണ് കേട്ടോ. കല്ല്. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ടുണ്ടാക്കുന്ന സൂപ്പിൻ്റെ കഥയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ജേണി. എന്താ ജേണീൻ്റെ അർത്ഥം? യാത്ര അല്ലേ. ഹാപ്പി ജേണി എന്ന് പറയില്ലേ. യെസ്, ദ ജേണി എന്ന് പറഞ്ഞാൽ ഹാപ്പി. ഓക്കെ, ജേണി എന്ന് പറഞ്ഞാൽ യാത്ര. ഓക്കെ, സോറി. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. ഇതൊരു വളരെ വളരെ ചൂടും ഉഷ്ണമൊക്കെ ഉള്ളൊരു നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഒരു ട്രാവലർ അല്ല, ഒരു യാത്രികൻ ഒരു വില്ലേജിലെത്തി. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. അയാൾ വളരെ ക്ഷീണിതനും വിശപ്പുള്ളവനായിരുന്നു അല്ലേ. നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു അയാൾ. അതുപോലെ തന്നെ അയാൾക്ക് വിശപ്പും ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ദ ഹോപ്പ്. എന്താണ്? പ്രതീക്ഷ അല്ലേ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. അങ്ങനെ അയാൾ ഒരു കോട്ടേജിന് മുമ്പിൽ, കോട്ടേജ് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്, കുടിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചെറിയൊരു വീടിന് മുമ്പിൽ എത്തിപ്പെട്ടു. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. നോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടി. ഓക്കെ, കൈകൊണ്ട് ഇങ്ങനെ മുട്ടുന്നതിനാണ് നോക്കിയ എന്ന് പറയുക. ഓക്കെ, നോക്ക്ഡ് അറ്റ് ദ ഡോർ. ആൻ ഓൾഡ് വുമൺ പീക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺ ദ ഡോർ. ഒരു വയസ്സായൊരു സ്ത്രീ വാതിൽ എത്തി നോക്കിയിട്ട് വാതിൽ തുറന്നു. ഹു ആർ യു? ഷീ ആസ്ക്ഡ്. നീ ആരാന്ന് ചോദിച്ചു. ഓക്കെ, ഐ ആം എ ട്രാവലർ ആൻഡ് ഐ ആം വെരി ഹംഗ്രി, ഹീ സെഡ്. ഞാനൊരു യാത്രികനാണ്, ഞാനിങ്ങനെ യാത്ര പോകുന്ന ഒരാളാണ്, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്? എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് അയാൾ റിക്വസ്റ്റ് ചെയ്തു. ആ വയസ്സായ സ്ത്രീയോട് റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ. ഓ, വി ആർ വെരി പുവർ, ദ വുമൻ സെഡ്. ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽസ് ആൻഡ് ഷീ ക്ലോസ്ഡ് ദ ഡോർ. ഞങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ള ഭക്ഷണം എവിടെയില്ല, ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ് എന്നും പറഞ്ഞിട്ട് ആ വയസ്സായ സ്ത്രീ എന്ത് ചെയ്തു? ആ വാതിൽ അടച്ചു. ഓക്കെ, എന്നിട്ട് നോക്കൂ, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. എന്താണ്? വൈ ഡിഡ് ദ ഓൾഡ് വുമൺ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തുകൊണ്ടാണ് ആ വയസ്സായ സ്ത്രീ ഭക്ഷണം കൊടുക്കാൻ തന്നെ നിരസിച്ചത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്താണ്? ഷീ റിഫ്യൂസ്ഡ് ബിക്കോസ് ഷീ വാസ് വെരി പുവർ ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ഫുഡ് ഈവൺ ഫോർ ഹെർസെൽഫ്. അവർക്ക് പോലും കഴിക്കാനുള്ള ഭക്ഷണം അവരെടുത്തില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അവർ റിഫ്യൂസ് ചെയ്തത് അല്ലെ, നിരസിച്ചത്. അതുകൊണ്ടാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡു യു അഗ്രി വിത്ത് വാട്ട് ഷീ ഡിഡ്? അവർ ചെയ്ത കാര്യമായിട്ട് നിങ്ങൾ, അതായത് നമ്മൾ ഓരോരുത്തരും അഗ്രി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്.
ഓക്കെ, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് അല്ലേ? നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, നോ. ഷി കുഡ് ഹാവ് ഷെയർഡ് എ ലിറ്റിൽ ഫുഡ് ടു ഹെൽപ്പ് ദ ഹംഗ്രി ട്രാവലർ. നമ്മളാണ് എന്താ ചെയ്യുക? നമ്മുടെ അടുത്തുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ ശകലമെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കണം അല്ലേ? ഒരു പങ്കെങ്കിലും നമ്മൾ വിശന്ന് വലഞ്ഞ് വന്ന ആൾ നമ്മുടെ നാട്ടിൽ വന്നതാണ് പ്രത്യേകിച്ച് അല്ലേ? സോ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് വിശന്നിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ഷെയർ നിർബന്ധമായി നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് നല്ലൊരു ഹ്യൂമൻ ബീയിങ് അല്ലേ, നല്ലൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം അതാണ് അല്ലേ? ഓക്കെ, ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായമാണ്, പക്ഷേ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ചെയ്യേണ്ടത് അതാണ്. ഓക്കെ ഓക്കെ എന്നിട്ട് എന്താ സ്റ്റോറി നോക്കൂ. ദ സൂപ്പ് സ്റ്റോൺ. എന്താണ്? സൂപ്പ് സ്റ്റോൺ അല്ലേ? ഓക്കെ. ദ ട്രാവലർ പിക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. അയാളുടെ ബാഗിൽ നിന്ന് അയാളൊരു കല്ല് പുറത്തെടുത്തിട്ട് വീണ്ടും അയാൾ കതകിന് വാതിലിന് മുട്ടി. ദ ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോർ. പിന്നെയും ആ പെണ്ണുങ്ങൾ വന്നിട്ട് അല്ലേ, വയസ്സായ സ്ത്രീ വന്നിട്ട് എന്താണ് വാതിൽ തുറന്നു. വാട്ട് നൗ ഷീ ആസ്ക്ഡ്, ഫീലിംഗ് ഇറിറ്റേറ്റഡ്. ഇനി എന്താ വേണ്ടത് അല്ലേ? ഭക്ഷണത്തിൽ ചോദിച്ചു, എൻ്റെ അടുത്ത് ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ എന്താ? വാട്ട് നൗ, ഇനി എന്താണ് എന്നുള്ള അർത്ഥത്തിൽ അവർ ദേഷ്യത്തോടു കൂടി, കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ദേഷ്യത്തോടു കൂടി ചോദിച്ചു. ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. ഞാൻ കല്ല് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. സൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും? യെസ്, കുടിക്കുന്ന ഒരു ഇതാണല്ലേ, വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾസും നോൺ വെജൊക്കെ വെച്ച് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ വേവിച്ചിട്ടുള്ള ഗ്രേവി വെള്ളമാണ് സൂപ്പ്. ഓക്കെ. ദ ട്രാവലർ അനൗൺസ്ഡ്. ട്രാവലർ പറഞ്ഞു, ഇറ്റ്സ് ഡിലീഷ്യസ്. വളരെ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണത്. ഞാൻ ഈ കല്ല് കൊണ്ട് അത് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് ആ ട്രാവലർ യാത്രക്കാരൻ പറഞ്ഞു. ഓക്കെ. സ്റ്റോൺ സൂപ്പ്. ദ വുമൺ ഗിഗിൾഡ്. എന്തെങ്കിലും കല്ലും കൊണ്ട് സൂപ്പോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴെങ്കിലും ഇങ്ങനെ കുലുങ്ങി ചിരിച്ചു അല്ലേ? വയസ്സായ സ്ത്രീ കുലുങ്ങി ചിരിച്ചു. ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? അതെങ്ങനെയാണ് ഒരു കല്ലും കൊണ്ട് നിങ്ങൾക്ക് എന്താണ് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ചിരിച്ചു. ഓ യെസ് ഐ ക്യാൻ, ദ ട്രാവലർ സെഡ്. ഹീ ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. ദ വുമൺ ലെറ്റ് ഹിം ഇൻ. എന്താ പറയുന്നത്? ഓ യെസ്. അവർ ചോദിച്ചു, ഹൗ ക്യാൻ യു മേക്ക് എ സൂപ്പ് ഫ്രം എ സ്റ്റോൺ? കല്ലും കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാനോ? അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് അത്ഭുതത്തോടു കൂടി ആ വയസ്സായ സ്ത്രീ ചോദിച്ചു. അപ്പോൾ അതിനെ പറയണം, ഓ യെസ് ഐ ക്യാൻ. ഓ എനിക്ക് ചെയ്യാൻ പറ്റും, അതിലൊരു സംശയവും ഇല്ല, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടില്ല, ആത്മവിശ്വാസത്തോടു കൂടി അയാൾ പറഞ്ഞപ്പോൾ ആ സ്ത്രീ ആകെ അത്ഭുതപ്പെട്ടു. ഓക്കെ, അയാളുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ, ആത്മവിശ്വാസം കണ്ടപ്പോൾ ആ സ്ത്രീക്ക് എന്താണ് കുറച്ച് ക്യൂരിയസ് ആയിട്ട് അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാളെ വീടിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടി സമ്മതിച്ചു. ഓക്കെ ഓക്കെ 2 ക്വസ്റ്റ്യൻ നോക്കി. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ഗിഗിൾ? എന്തുകൊണ്ടാണ് ആ സ്ത്രീ കുലുങ്ങി ചിരിച്ചത്? ആ വയസ്സായ സ്ത്രീ എന്തുകൊണ്ടാണ് കുലുങ്ങി ചിരിച്ചത്? ഷീ ഗിഗിൾഡ് ബിക്കോസ് ഷീ തോട്ട് ഇറ്റ് വാസ് ഫണ്ണി ദാറ്റ് സംവൺ കുഡ് മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ. എന്താണ്? ഒരു തമാശയുള്ള കാര്യമാണ് അല്ലേ, കോമഡി ആയിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലും പറ്റുമോ കല്ലും കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ? അത് പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് അവർ കുലുങ്ങി ചിരിച്ചത്. ഓക്കെ. ഷീ ഗിഗിൾഡ് ബിക്കോസ് ഷീ തോട്ട്, അവൾ ചിന്തിച്ചു, ഇറ്റ് വാസ് ഫണ്ണി that someone could make soup from a stone. Okay. Why did the old woman let the traveler in? എന്തുകൊണ്ടാണ് ആ ട്രാവലറിനെ, യാത്രക്കാരനെ അവർ വീട്ടിലേക്ക് കയറ്റിയത്? She let him in because the traveler looked very confident. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി ആൾ അല്ലേ, സൂപ്പ് ഉണ്ടാക്കും, ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ഉള്ളതായിട്ട് തോന്നി. ഓൾസോ ഷീ ബിക്കേം ക്യൂരിയസ് ടു സീ ഹൗ ഹീ വുഡ് മേക്ക് ദ സ്റ്റോൺ സൂപ്പ്. അത് മാത്രമല്ല, ഓക്കെ, ആ സ്ത്രീക്ക് വളരെ ആകാംക്ഷ തോന്നി, ഇതെങ്ങനെയാണ് കല്ല് കൊണ്ട് ഇത് സൂപ്പ് ഉണ്ടാക്കുക എന്ന് കാണണമല്ലോ എന്നുള്ള ഒരു ആകാംക്ഷ കൂടി വന്നു. അതുകൊണ്ട് കൂടിയാണ് ആ സ്ത്രീ അയാൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. ഓക്കെ ഓക്കെ എന്നിട്ട് നോക്കൂ. ദ ഡിലീഷ്യസ് ഡിഷ്. എന്താണ്? വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ്. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ, സെഡ് ദ യങ് ട്രാവലർ. എന്താ പറയുന്നത്? ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അടുപ്പ് കത്തിച്ച് മുകളിൽ വെക്കാമെന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, യങ് ട്രാവലർ പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഡിഡ് സോ. ആ വയസ്സായ സ്ത്രീ അതുപോലെ ചെയ്തു, അയാൾ പറഞ്ഞ പോലെ ചെയ്തു. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. എന്താണ്? പെട്ടെന്ന് തന്നെ ആ വെള്ളം ബബിൾ ചെയ്യാൻ തുടങ്ങി, അതായത് കുമിളകൾ വരാൻ തുടങ്ങി. ദാറ്റ് മീൻസ് തിളയ്ക്കാൻ തുടങ്ങി അല്ലേ. The traveler washed the big round stone and put it into the pot. ആ ബാഗിൽ നിന്നെടുത്ത് ആ വലിയ റൗണ്ട് കല്ല് അയാൾ നല്ലോണം ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ടു. ഓക്കെ,
എന്നിട്ടോ ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ഹി സ്റ്റിർഡ് എന്താ ചെയ്ത് ഇങ്ങനെ ഇളക്കി, STIRRED. ഓക്കെ, എന്ത് ചെയ്തു? ഇളക്കിക്കൊണ്ടേയിരുന്നു, സ്റ്റിർഡ്. ഓക്കെ, ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. എന്താണ്? ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അയാൾ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു അല്ലേ? ഹമ്മിങ് അല്ലേ? എന്ന് പറഞ്ഞാൽ പാട്ട് മൂളുക, പാട്ട് പാടുക എന്നൊക്കെയുള്ള ഹമ്മ് ചെയ്യുക. ഓക്കെ, പാട്ടിങ്ങനെ മൂളിക്കൊണ്ടേയിരുന്നു. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു? കയ്യിലെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബട്ട് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. എന്താ പറയുന്നത്? ഇത് ഓൾമോസ്റ്റ്, സൂപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, പക്ഷേ ഇനി ഒരു കുറച്ച് ഉപ്പും കുറച്ച് ബട്ടറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കൂടുതൽ ടേസ്റ്റി ആവുമായിരുന്നു എന്ന് ആ വില്ലേജ്, അതായത് ട്രാവലർ ആ ഓൾഡ് സ്ത്രീയോട് പറഞ്ഞു. ഓക്കെ, വയസ്സായ സ്ത്രീയോട് പറഞ്ഞു. ദ ഓൾഡ് വുമൻ ഹാഡ് സം സോൾട്ട് ആൻഡ് ബട്ടർ, സോ ഷീ ആഡഡ് ദം ടു ദ പോട്ട്. അവൾ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബട്ടറും ഉപ്പും ഉള്ളത് അവർ ആ പോട്ടിലേക്ക് ഇട്ടു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കിയേ. ക്യാൻ ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സോൾട്ട് ആൻഡ് സ്റ്റോൺ? ബട്ടറും സോൾട്ടും സ്റ്റോണും ഒക്കെ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ ആ ട്രാവലറിന് എന്നാണ് ചോദ്യം. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? വി ആർ നോട്ട് ഷുവർ. ഓക്കെ, നമുക്കത് അറിയില്ല, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പക്ഷേ വെൻ വി സീ ഹിസ് കോൺഫിഡൻസ്, അയാളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ഹി മൈറ്റ് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, അയാളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും അല്ലേ? നമുക്കങ്ങനെ ഡൗട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ദി ഇൻഗ്രീഡിയൻസ്. ഓക്കെ, എന്താ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ? ചേരുവകൾ അല്ലേ? യെസ്. സോ ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക് ദ ഓൾഡ് വുമൺ. ഓക്കെ, ആ വയസ്സായ സ്ത്രീ ചോദിച്ചു, സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ആ യങ് മാൻ സൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കലാണല്ലേ? ഓക്കെ, ഓ നോ നോട്ട് യെറ്റ്. ഇല്ല ഇതുവരെ റെഡി ആയിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ. ഓക്കെ, ചെറുപ്പക്കാരനായ യാത്രക്കാരൻ പറഞ്ഞു, ഇല്ല ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. എന്താ പറഞ്ഞത്? ഇത് വളരെ ഡെലീഷ്യസ്, വളരെ ടേസ്റ്റ് ഉള്ളതുമാണ്, ഫുൾഫില്ലിങ്ങുമാണ്. ഫുൾഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിറവേറ്റുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, നമ്മുടെ വിശപ്പിനെ ശമിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ സൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. ഇത് എത്ര ടേസ്റ്റിയാണ് നിങ്ങൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, അത്രയും ടേസ്റ്റുള്ള ഒരു സൂപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ട് ആൻ ഒണിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. എന്താ പറയുന്നത്? ബട്ട് ആൻ ഒണിയൻ ഓർ ടു, 1-2 ഉള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈവൺ മോർ, കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ഉള്ളതാവുമായിരുന്നു. ഓക്കെ, ആൻ ഒണിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. 1-2 ഉള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇനിയും ടേസ്റ്റ് ഉള്ളതായേനെ. The old woman sliced some onions and added them into the pot with the soup stone. എന്ത് ചെയ്തു? ഓൾഡ് വുമൺ എഴുന്നേറ്റ് പോയി 2 ഉള്ളി എടുത്തുകൊണ്ടൊന്ന് ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് ഈ സൂപ്പിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തുണ്ട്? നമ്മുടെ റൗണ്ട് സ്റ്റോൺ ഉണ്ട് അല്ലേ? യെസ്, അതിലേക്ക് അതും കൂടി ഇട്ടു. ഓക്കെ, എന്നിട്ടോ ദി അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. എന്താ പറയുന്നത്? ദി അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. ഓക്കെ, അതിൻ്റെ നല്ല സുഗന്ധം അല്ലേ? നല്ല മണം ആ വിൻഡോ ജനലിനുള്ളിലേ കൂടി പുറത്തേക്ക് പോയിട്ട് തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരനും കൂടി ആ സ്മെല്ല് ഇങ്ങനെ പരക്കാൻ തുടങ്ങി. അയാൾക്കും ആ സ്മെല്ല് കിട്ടി. ഓക്കെ, അയാളും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ഡ്. അയാൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്താ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് അയാൾ വിളിച്ച് ചോദിച്ചു. സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. എന്താ പറഞ്ഞത്? സ്റ്റോൺ സൂപ്പ്, കല്ലുകൊണ്ടുള്ള സൂപ്പാണെന്ന് ട്രാവലർ പറഞ്ഞു. സ്റ്റോൺ സൂപ്പ്? ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ് സെഡ് ദ വില്ലേജർ. എന്താ പറഞ്ഞത്? സ്റ്റോൺ സൂപ്പോ, കല്ലുകൊണ്ടുള്ള സൂപ്പോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം കേട്ടേ ഇല്ലല്ലോ എന്ന് അയാൾ പറഞ്ഞു. യെസ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? ദ ട്രാവലർ ആസ്ഡ്. എന്താ പറഞ്ഞത്? സ്റ്റോൺ സൂപ്പ് തന്നെ, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സൂപ്പാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് അയാൾ ഈ വില്ലേജറോട് ആര് ചോദിച്ചു? ട്രാവലർ ചോദിച്ചു. ഓക്കെ, യാത്രക്കാരൻ അല്ലേ? അയാൾ ആ വില്ലേജിലുള്ള ഒരാളോട് ചോദിച്ചു. ഓക്കെ, ആ നെയ്ബർ, അതായത് അയൽക്കാരൻ, ഈ വയസ്സായ സ്ത്രീയുടെ അയൽക്കാരനോട് ചോദിച്ചു. അപ്പോഴോ യെസ് ഐ ഹാവ് സം ടേർണിപ്സ് ആൻഡ് ബീൻസ്. ദ നെയ്ബർ റിപ്ലൈഡ്. എന്താ പറഞ്ഞത്? ഐ ഹാവ് സം ടേർണിപ്സ് ആൻഡ് ബീൻസ്. ഓക്കെ, ടേർണിപ്സ് എന്ന് പറയുന്നത് ഒരു തരം വെജിറ്റബിളാണ് കേട്ടോ. നമ്മളെ ബീട്രൂട്ടിൻ്റെ ഒക്കെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു വെജിറ്റബിളാണ് ടേർണിപ്പ്. ഓക്കെ,
സോ എനിക്ക് കുറച്ച് ടേണിപ്സും ഉണ്ട് പിന്നെ ബീൻസും ഉണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അയാൾ പറഞ്ഞു. ഹി റാൻ ഹോം ബ്രോഡ് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. അയാൾ വീട്ടിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ടേണിപ്സും ബീൻസൊക്കെ എടുത്തുകൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ഈ സൂപ്പിലേക്ക് ഇട്ടു. ഓക്കെ ഓക്കെ 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ ഡിഡ് ദ നെയ്ബർ കം ടു ദ വുമൻസ് ഹൗസ്? എന്തുകൊണ്ടാണ് അയൽക്കാരൻ ആ വയസ്സായ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നത്? ഹി കെയിം ബിക്കോസ് ഹി സ്മെൽഡ് ദ ടേസ്റ്റി സൂപ്പ് ആൻഡ് വാണ്ടഡ് ടു നോ വാട്ട് വാസ് കുക്കിംഗ്. അയാൾക്ക് ആ നല്ല മണം അല്ലേ, സൂപ്പിൻ്റെ നല്ല മണം കിട്ടിയിട്ട് എന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് അയാൾ വന്നത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യാമായിരിക്കും? ഓക്കെ ഇപ്പോൾ നമ്മൾ ഉള്ളി ആഡ് ചെയ്തു, പിന്നെ എന്താണ് അയാൾ കൊണ്ടുവന്ന ടേണിപ്സ് ആഡ് ചെയ്തു, ദെൻ ബീൻസ് ആഡ് ചെയ്തു, ബട്ടറും സോൾട്ടൊക്കെ ആഡ് ചെയ്തു അല്ലേ. ഇനി എല്ലാ വെജിറ്റബിൾസും നമുക്ക് അതിൽ ആഡ് ചെയ്യാം അല്ലേ. ക്യാരറ്റ്സ് ഇടുക, പൊട്ടറ്റോസ് ഇടുക, ബീൻസ്, വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ നമുക്ക് വെജിറ്റബിൾസും സൂപ്പ്സും വെജും നോൺ വെജും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. ഓക്കെ എന്താണ് ആ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലേ, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സൂപ്പിനെ കുറിച്ച്, സ്റ്റോൺ സൂപ്പ് കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന സൂപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷൻ എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഓക്കെ വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. എന്താണ് വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. ഓക്കെ എല്ലാവരും ഈ നല്ല മണം കിട്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഈ വയസ്സായ സ്ത്രീയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഈസ് ദ സൂപ്പ് റെഡി? ആസ് ദ വില്ലേജേഴ്സ് ഓരോരുത്തരായിട്ട് ചോദിക്കാൻ തുടങ്ങി. സൂപ്പ് റെഡി ആയോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഓ നോ നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. ഇല്ല ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് യങ് ട്രാവലർ പറഞ്ഞു. ഓക്കെ ദിസ് സൂപ്പ് ഈസ് ഗുഡ് ബട്ട് എ ക്യാരറ്റ് ഓർ 2 വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. എന്താ പറഞ്ഞത്? ഈ സൂപ്പ് ഇപ്പം തന്നെ നല്ലതാണ്, പക്ഷേ 1-2 ക്യാരറ്റും കൂടി കിട്ടിയായിരുന്നെങ്കിൽ ഇത് ഈവൺ മോർ ടേസ്റ്റിയർ ആകുമായിരുന്നു, ഇനിയും ടേസ്റ്റ് ഉള്ളതാക്കായിരുന്നു എന്ന് ട്രാവലർ അല്ലേ യങ് ട്രാവലർ പറഞ്ഞു, യാത്രക്കാരൻ പറഞ്ഞു. എന്നിട്ടോ ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെഡ് എ യങ് ലേഡി. എന്താ പറഞ്ഞത്? ഒരു യങ് ലേഡി പറഞ്ഞു ഞാൻ ഓടിപ്പോയി എൻ്റെ ഗാർഡനിൽ നിന്ന് 2 ക്യാരറ്റ് പറിച്ചിട്ട് വരാമെന്ന് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞു. ഷി പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൻസ് ഹൗസ്. അവൾ ഓടിപ്പോയി 2 ക്യാരറ്റ് പറിച്ചിട്ട് വയസ്സായ സ്ത്രീയുടെ വീട്ടിലേക്ക് ഓടിക്കൊണ്ടുവന്നു. ദെൻ ഷി ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. അവൾ എന്ത് ചെയ്തു? ക്യാരറ്റൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ചെറുതായി ചോപ്പ് ചെയ്ത് കഷ്ണാക്കി. ചോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാട്ട് ചെറിയ പീസുകളാക്കുന്നതിനാണ് ചോപ്പ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്ത് അവരെന്ത് ചെയ്തു? ആ സൂപ്പിലേക്ക് ഇട്ടു. ഓക്കെ ദ ട്രാവലർ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ഓക്കെ എന്ത് ചെയ്തു? ട്രാവലർ വീണ്ടും ആ നമ്മുടെ സൂപ്പ് ഇളക്കിക്കൊണ്ടേയിരുന്നു അല്ലേ. ആ യാത്രക്കാരൻ ഓക്കെ അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ആ സൂപ്പ് ഇളക്കിക്കൊണ്ടേയിരുന്നു. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. എന്താണ്? അയാൾ നേരത്തെ പാട്ട് പാടിക്കൊണ്ടാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സ്റ്റിൽ ആ പാട്ട് പാടിക്കൊണ്ട് തന്നെ അയാൾ ആ സൂപ്പ് ഇളക്കിക്കൊണ്ടേയിരുന്നു. ഓക്കെ 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് ഹാപ്പൻ വെൻ ദ സൂപ്പ്സ് അരോമ സ്പ്രെഡ്? ആ സൂപ്പിൻ്റെ മണം ഇങ്ങനെ സ്പ്രെഡായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ദ വില്ലേജേഴ്സ് ഫോളോഡ് ദ സ്മെൽ ആൻഡ് കെയിം ടു സീ ദ സൂപ്പ്. എന്താണ്? അതിൻ്റെ മണം ഇങ്ങനെ സ്പ്രെഡായപ്പോൾ വില്ലേജേഴ്സിലെ ഗ്രാമവാസികൾ ഓരോരുത്തരായിട്ട് ആ വയസ്സായ സ്ത്രീയുടെ വീട്ടിലേക്ക് ആ സൂപ്പ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു? എന്താ ചെയ്ത്? ആ ഒരു ലേഡി ഓടി ഗാർഡനിൽ പോയിട്ട് അവളുടെ എന്താണ് പച്ചക്കറിയൊക്കെ നട്ട സ്ഥലത്ത് തോട്ടത്തിൽ പോയിട്ട് എന്താണ് ചെയ്തത്? ഷീ പുൾഡ് ഔട്ട് ഫ്രഷ് ക്യാരറ്റ്സ് ആൻഡ് ബ്രോട്ട് ദം ബാക്ക് ടു ആഡ് ടു ദ സൂപ്പ്. എന്താണ് ചെയ്തത്? ഷീ പുൾഡ് ഔട്ട് ഫ്രഷ് ക്യാരറ്റ്സ് ആൻഡ് ബ്രോട്ട് ദം ബാക്ക് ടു ആഡ് ടു ദ സൂപ്പ്. അവൾ എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് ക്യാരറ്റ് പറിച്ചിട്ട് അത് തിരിച്ച് കൊണ്ടുവന്നു. എങ്ങോട്ട് കൊണ്ടുവന്നു? ക്യാരറ്റ് ആ സൂപ്പിലിടാൻ വേണ്ടിയിട്ട് ആ ഓൾഡ് ലേഡിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ എന്നിട്ട് നോക്കൂ. ദ ഹാപ്പിനെസ് സന്തോഷം. ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് അനദർ വില്ലേജർ. വേറൊരു ഗ്രാമത്തിലെ വേറൊരാൾ വന്നിട്ട് ചോദിച്ചു ഇനിയെങ്കിലും സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് നമ്മുടെ യാത്രക്കാരൻ പറയുന്നത്? ഓ നോ നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൺ ബെറ്റർ. എന്താ പറയുന്നത്? ഇതുവരെ റെഡി ആയിട്ടില്ല. ഈ സൂപ്പ് വളരെ ടേസ്റ്റുള്ളതാണ്,
പക്ഷേ കുറച്ച് ചിക്കൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സൂപ്പ് ഇനിയും ടേസ്റ്റ് ഉള്ളതാവുമായിരുന്നു എന്നാര് പറഞ്ഞു? ആ ട്രാവലർ പറഞ്ഞു. ഹിയറിംഗ് ദിസ് ആൻ ഓൾഡ് ഫാമർ വെൻ ടു ഹിസ് ഹൗസ് ആൻഡ് ബ്രോട്ട് എ ചിക്കൻ. ഇത് കേട്ടപ്പോൾ അവിടെയുള്ളൊരു വയസ്സായിട്ടുള്ളൊരു വില്ലേജർ, ഒരു വയസ്സായിട്ടുള്ളൊരു ഗ്രാമവാസി എന്ത് ചെയ്തു? അയാളുടെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ നിന്നൊരു ചിക്കൻ എടുത്തിട്ട് വന്നു. The old woman and the traveler cut the chicken and put it into the pot along with the carrots, the onions and the soup stone. എന്താണ്? അയാൾ പോയിട്ട് ചിക്കനും എടുത്തിട്ട് വന്നു. അവിടെ ആ വീട്ടിലുള്ള വയസ്സായ സ്ത്രീ, ഓൾഡ് വുമണും ആ വില്ലേജറല്ല ട്രാവലർ ആ യാത്രക്കാരനും, വഴിയാത്രികൻ വന്നല്ലോ, അയാളും കൂടിയിട്ട് എന്ത് ചെയ്തു? ആ കോഴീനെല്ലാം കട്ട് ചെയ്ത് കഷ്ണമാക്കിയിട്ട് ആ സൂപ്പിലേക്ക് ഇട്ടു. ആ സൂപ്പിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? ആ പാത്രത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? ക്യാരറ്റ്സ് ഉണ്ട്, ഒണിയൻസ് ഉണ്ട്, പിന്നെ ഉള്ളിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ സൂപ്പിൻ്റെ സ്റ്റോണും ഉണ്ട് ആ കല്ലും ഉണ്ട്. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. എന്താണ് അവസാനമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ട്രാവലർ ആ യാത്രക്കാരൻ, വഴിയാത്ര എന്ത് ചെയ്തു? അയാൾ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ സ്പ്രിങ്കിൾ ചെയ്തു. എന്ത് സ്പ്രിങ്കിൾ ചെയ്യുക പറഞ്ഞാൽ വിതറിയിടുക കേട്ടോ. എന്തൊക്കെയായിട്ടത്? സ്പൈസസ് എന്ന് പറഞ്ഞാൽ അതായത് എരിവിന് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്തു. എന്തൊക്കെയാണ്? കുരുമുളക് ഇട്ടിട്ടുണ്ടാവും, കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ മേലെ അല്ലേ? യെസ്, അതൊക്കെ അതിൻ്റെ മേലെ ആഡ് ചെയ്തു. ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. വീണ്ടും അയാളത് ഇളക്കിക്കൊണ്ടേയിരുന്നു. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അപ്പോൾ അയാൾ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മുതലേ ഒരു പാട്ട് മൂളിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോഴും അയാൾ ആ പാട്ട് മൂളിക്കൊണ്ട് തന്നെ ആ സൂപ്പ് അയാൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കലാണ്. ഓക്കെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡിഡ് ദ ഡു വിത്ത് ദ ചിക്കൻ? അവരെന്താണ് ആ ചിക്കനെ കൊണ്ട് ചെയ്തത്? ദേ കട്ട് ദ ചിക്കൻ ആൻഡ് ആഡഡ് ഇറ്റ് ടു ദ സൂപ്പ് അല്ലേ? അവർ ആ ചിക്കനെല്ലാം കട്ട് ചെയ്തിട്ട് ആ സൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ദ ടേസ്റ്റി സൂപ്പ്. After a few minutes, the villagers asked, "Is this soup ready?" കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സൂപ്പ് റെഡി ആയോ എന്ന് വില്ലേജേഴ്സ് എല്ലാവരും കൂടി ചോദിച്ചു. "It smells good and tastes good," said the young traveler, licking his lips. എന്ത് പറയുന്നു? നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് എന്ന് ചുണ്ടിൽ നക്കിക്കൊണ്ട് ആര് പറഞ്ഞു? ആ യങ് ട്രാവലർ അയാളാണ് സൂപ്പ് ഉണ്ടാക്കിയല്ലേ? അയാൾ പറഞ്ഞു നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് ഇതെന്ന് പറഞ്ഞു. ലിക്ക് എന്ന് പറഞ്ഞാൽ നക്കുക എന്നാണ് അർത്ഥം കേട്ടോ. LICK ലിക്ക്. ലിക്കിങ് എന്ന് പറഞ്ഞാൽ നക്കിക്കൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥം. എന്നിട്ടോ നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ്, ഹി അനൗൺസ്ഡ്. എന്താ പറഞ്ഞത്? ഇപ്പം ഈ സൂപ്പ് എല്ലാവർക്കും വിളമ്പാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് അയാൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ദ ഓൾഡ് വുമൺ ഹറീഡ് ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. ആ വയസ്സായ സ്ത്രീ എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് കുറേ ബൗൾസ് സൂപ്പ് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ എടുത്തിട്ട് ഓടി വന്നു. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ പോട്ട്, ക്ലീൻഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. ആ യങ് ട്രാവലർ സൂപ്പ് ഉണ്ടാക്കിയ യങ് ട്രാവലർ എന്ത് ചെയ്തു? അയാളുടെ സ്റ്റോൺ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തിൽ, അയാൾ അതിന് പുറത്തെടുത്ത് നല്ലോണം കഴുകിയിട്ട് അയാളുടെ പോക്കറ്റിൽ തന്നെ തിരിച്ചിട്ടു കേട്ടോ. ദെൻ ദ ട്രാവലർ poured the soup into the bowls on the table. ഓരോ ബൗളിൻ്റെ അകത്തേക്കായിട്ട് അയാൾ ആ സൂപ്പ് കോരി ഒഴിക്കാൻ തുടങ്ങി. എല്ലാ ബൗളിലേക്ക് അയാൾ സൂപ്പ് കോരി ഒഴിച്ചു. The villagers tasted the soup and exclaimed, "It is really delicious." എന്താണ്? ആ വില്ലേജേഴ്സൊക്കെ ഇത് കുടിച്ചിട്ട് ഒച്ചത്തിൽ പറഞ്ഞു അല്ലേ? "It is really delicious." ഇത് ശരിക്കും സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ആര് പറഞ്ഞു? വില്ലേജേഴ്സ് എല്ലാവരും പറഞ്ഞു. എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ ഒച്ചത്തിലല്ലേ? നല്ല എന്താണ് ആശ്ചര്യം കൊണ്ട് ഒച്ചത്തിൽ പറയില്ല, അതിനെ ആക്രോശിക്കുക എന്നൊക്കെ പറയുന്നതിനാണ് എക്സ്ക്ലെയിംഡ് എന്ന് പറയുക കേട്ടോ. അതിലൊരു ക്വസ്റ്റ്യൻ നോക്കി. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് വിച്ച് ഷോ ദാറ്റ് ദ സൂപ്പ് ഇസ് വെരി ടേസ്റ്റി. സൂപ്പ് വളരെ ടേസ്റ്റ് ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന സെൻറ്റൻസസ് ഈ പാഠത്തിൻ്റെ അകത്ത് പിക്ക് ചെയ്യാനാണ് നമ്മോട് പറയുന്നത്. ആദ്യത്തെ ഇത് നമ്മുടെ ട്രാവലർ പറയുന്നുണ്ട്, ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. ചുണ്ടൊക്കെ നോക്കിക്കൊണ്ട് അയാൾ പറയുന്നുണ്ട് നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടെന്ന് യങ് ട്രാവലർ പറയുന്നുണ്ട് അല്ലേ? അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. പിന്നെയോ രണ്ടാമത്, ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലെയിംഡ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. അപ്പോൾ ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ് എന്നുള്ളതും ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് എന്നുള്ളതാണ് ആ രണ്ട് സെൻറ്റൻസസ്. ദ റിയലൈസേഷൻ എന്താണ്? തിരിച്ചറിവ്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്നാണ് അർത്ഥം കേട്ടോ.
ഓക്കെ, എന്ത് തിരിച്ചറിവ് ഉണ്ടായി നമുക്ക് നോക്കാം അല്ലേ. വി വുഡ് ഓൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. എന്താ പറയുന്നത്, ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഇതേ ടേസ്റ്റുള്ള സൂപ്പ് ഞങ്ങൾക്കും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ? ഈ ഒരു മാജിക് സ്റ്റോൺ, ഇത്രയും നല്ല സൂപ്പ് ഉണ്ടാക്കിയ ആ മാജിക് സ്റ്റോൺ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ആസ്റ്റ് എ വില്ലേജർ. വില്ലേജിലുള്ള ഒരാൾ അയാളോട് വന്ന ട്രാവലറോട് ചോദിക്കലാണ് കേട്ടോ. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. ആ ട്രാവലർ അല്ലേ, ആ വഴിയാത്രികൻ ചിരിച്ചുകൊണ്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് ആ സ്റ്റോൺ എടുത്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. നോക്ക്, ഇതൊരു സാധാരണ കല്ല് മാത്രമാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഓഫ് ഓൾ ദ യമ്മി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. എന്താ പറഞ്ഞത്? നോക്ക്, ഇതൊരു സാധാരണ കല്ലാണ്. ആ സൂപ്പ് ഇത്രയും ടേസ്റ്റ് ആവാൻ കാരണം നിങ്ങൾ തന്നിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും കാരണമാണ് അല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും നിങ്ങൾ തന്നത് കൊണ്ടാണ് ആ സൂപ്പും അത്രയും ടേസ്റ്റ് ഉള്ളതായി മാറിയത് എന്ന് ആര് പറഞ്ഞു? ആ ട്രാവലർ പറഞ്ഞു. ഓക്കെ, ദ വില്ലേജേഴ്സ് വെർ സർപ്രൈസ്ഡ്. വില്ലേജേഴ്സ് മൊത്തം അത്ഭുതപ്പെട്ടു പോയി. ഓ, അങ്ങനെയാണോ എന്നുള്ള അർത്ഥത്തിൽ അവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ അല്ലേ. ആ സൂപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് എന്തായി? ആ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ദൂരെ കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ. അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി, ഒത്തൊരുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ട്രാവലറിന് ആ സൂപ്പ് ഉണ്ടാക്കുന്നതിലൂടെ കഴിഞ്ഞു. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ദ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അതിനുശേഷം അവരെപ്പോഴും അവരുടെ ഭക്ഷണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് പിന്നീട് എല്ലാ കാലവും ജീവിച്ചു. അതാണ് ആ കഥ കേട്ടോ. ഓക്കെ, അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കൂ. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? വൈ ഡു യു തിങ്ക് സോ? എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ട്രാവലർ അല്ലേ, ആ വഴിയാത്രക്കാരൻ ആ വില്ലേജറിൻ്റെ മേലെ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. ഓക്കെ, യെസ്, അത് ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് അയാളല്ലേ. യെസ്, ദ ട്രാവലർ വാസ് ഹംഗ്രി സോ ഹീ പ്ലേഡ് എ ട്രിക്ക് ടു ഗെറ്റ് ഫുഡ് അല്ലേ. ഭക്ഷണം കിട്ടാൻ വേണ്ടി അയാളൊരു ട്രിക്ക് ഉപയോഗിച്ചതാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് സൂപ്പ് വിത്ത് എ സ്റ്റോൺ. ഒരു കല്ലുകൊണ്ട് ആർക്കും തന്നെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ചസ് എസ്? എന്താണ് ഈ കഥ, ദ സ്റ്റോൺ സൂപ്പ് എന്നുള്ള കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നതെന്ന്. ഇറ്റ് ടീച്ചസ് ആസ് ടു ഷെയർ ആൻഡ് വർക്ക് ടുഗെദർ. എന്താണ്? ഷെയർ ചെയ്യാനാണല്ലേ. ഭക്ഷണ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാഠം പഠിപ്പിക്കുന്നത്. ഷെയർ ചെയ്യാനും അതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി അത്രയേ ഉള്ളൂ മക്കളെ. ദ സ്റ്റോൺ സൂപ്പ് എന്നുള്ള സ്റ്റോറി അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു മക്കളെ. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.